കട്ടപ്പന പുളിയൻമല റോഡിൽ ഇപ്പോൾ കാറിന് മുകളിൽ മരം വീണു എന്ന വിവരം വരികയാണ്. വൻമരം വാഹനത്തിന്റെ മുൻഭാഗത്ത് വീണതിനാൽ യാത്രക്കാർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. CCTV ദൃശ്യങ്ങൾ കാണാം. രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, ഇതാണ് കനത്ത കാറ്റുള്ള സമയത്ത് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ പോലും സൂക്ഷിക്കണം. മരത്തിന്റെ ഒരു വലിയ ശിഖരമാണ് ഒടിഞ്ഞു വീണത്. പക്ഷെ വാഹനത്തിന്റെ മുൻഭാഗത്ത് വീണു എന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് പരിക്കേറ്റില്ലെന്ന് കരുതുന്നു. ആശ്വാസകരമാണ്. പക്ഷെ ശ്രദ്ധിക്കണം അല്ലേ, ഇത്തരം മരങ്ങളൊക്കെ വീഴാനുള്ളൊരു സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ. തീർച്ചയായിട്ടും വിനീത, മലയോര മേഖലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതീവ ജാഗ്രത വേണമെന്ന് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. രാത്രി യാത്ര നിരോധിച്ചു എന്നുള്ളത്. അതിന് കാരണവും ഇത്തരത്തിൽ അപകടാവസ്ഥയിലുള്ള മരങ്ങളും മൺഭിത്തിയും ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു മുൻകരുതൽ നടപടി ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പായിരുന്നു കട്ടപ്പന പുളിയമല റോഡിൽ വൻമരം വീണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടത്. ആ മരം നീക്കിയിട്ടുണ്ട്, ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ആ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ വാഹനങ്ങൾ നിരനിരയായി മുന്നോട്ട് പോവുകയാണ്. ഈ നിരപ്പുള്ള മേഖലയായതിനാൽ അത്യാവശ്യം സ്പീഡിലാണ് വാഹനങ്ങൾ മുന്നോട്ട് പോകുന്നത്. 2-3 വാഹനങ്ങൾ മുന്നോട്ട് പോയതിന് തൊട്ട് പിന്നാലെയാണ് ഒരു എക്കോ വാഹനം വരുന്ന സമയത്ത് ഈ മരം പൂർണ്ണമായി തന്നെ വഴിയിലേക്ക് പതിക്കുന്നത്. ആ വാഹനത്തിന്റെ മുൻഭാഗത്ത്, ബോണറ്റിന്റെ ഭാഗത്താണ് ആ മരം വീണത്. അതുകൊണ്ട് തന്നെ വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഈ മരം വീണത് കണ്ടുകൊണ്ട് തന്നെ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് നിർത്തുകയാണ്. പക്ഷേ അപ്പോഴേക്കും മരം ഈ വാഹനത്തിന് മുന്നിൽ തന്നെ പതിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇനിയുള്ള മണിക്കൂറുകളിലാണെങ്കിലും മഴ ശക്തമാകും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് വാഹനങ്ങളൊക്കെ പതിയെ പോകുന്നതായിരിക്കും യാത്രക്കാരുടെ ജീവന് സുരക്ഷിതമായിട്ടുള്ള കാര്യം. വിനീത, തീർച്ചയായും അതാണ്. ഈ കനത്ത മഴയിൽ പല മരങ്ങളും ഇങ്ങനെ വീഴാനായി നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം, പ്രത്യേകിച്ച് മലയോര മേഖല. CCTV ദൃശ്യങ്ങൾ ഏതായാലും ഞെട്ടിക്കുന്നതാണ്. ഇപ്പോൾ ഇടുക്കിയിൽ രാത്രി യാത്ര നിരോധനമുണ്ട്. വൈകിട്ട് 7 മുതൽ 6 വരെ സാഹസിക വിനോദങ്ങൾക്കും ഒക്കെ നിയന്ത്രണമുണ്ട്. മഴ കനക്കുന്ന സാഹചര്യത്തിലുള്ള കരുതൽ നടപടികളാണ്. അത് നിരാശപ്പെടേണ്ട. അതിനുശേഷം ടൂറിസം സാധ്യതകളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. മൺസൂൺ ടൂറിസം